ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്നലെ വരെ കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നിക്ഷേപം. സംസ്ഥാന സർക്കാർ അറിഞ്ഞാണോ കരാറിന് അംഗീകാരം കൊടുത്തതെന്ന ചോദ്യത്തിന് പത്രവാർത്തയിൽ നിന്നാണ് താൻ അറിഞ്ഞതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയിലും ഇന്നലെ സഭയിൽ പ്രതിപക്ഷ നേതാവ് തൃപ്തനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് നടക്കാൻ പാടില്ലാത്തതെന്തോ നടന്നുവെന്ന സംശയം ഉണർന്നിരിക്കുന്നു. അദാനി ഗ്രൂപ്പ് ജൂൺ 29 കരാർ ഒപ്പിട്ടുവെന്ന് സെബിയെ അറിയിക്കുമ്പോൾ സർക്കാരിനെ അറിയിക്കാതെ എങ്ങനെയെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. 25% കൂടുതൽ ഓഹരി കൈമാറാൻ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന ചട്ടമിരിക്കെ ആദ്യം സെബിയെയാണ് അറിയിക്കേണ്ടതെന്ന വാദം അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ആദ്യം പൊതുജനം അറിയണമെന്നതാണ് സെബി ചട്ടമെന്നും മറ്റൊരു വാദമായി അവർ അവതരിപ്പിക്കുന്നു. സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായി വിദേശ കമ്പനിയുടെ ആധിപത്യത്തിനുള്ള നീക്കം നടക്കുന്നുണ്ടോ? തുറമുഖ മന്ത്രിയായ മുഖ്യമന്ത്രി അറിയാതെ, സ്വന്തം വകുപ്പിലെ തുറമുഖ സെക്രട്ടറി അറിയാതെ കൈമാറ്റം നടന്നുവെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അധികാരത്തിലിരിക്കെ അദാനിയോട് ഉദാരമായവർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെ എങ്ങനെ വിശദീകരിക്കും? അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിരിക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രി. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നു. അദാനിയുടെ അനുമതി അപേക്ഷയിൽ മേൽനോട്ട സമിതിയുടെ തീരുമാനം നടന്നിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് വഴിവിട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, CPM നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, VJ മാത്യു മാരിടൈം ബോർഡ് മുൻ ചെയർമാൻ, KG ജ്യോതിർഘോഷ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. ആദ്യം ഞാൻ ശ്രീ രാജു പി നായരിലേക്ക്. രാജു പി നായർ, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനോട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു. 49% ഷെയർ സർക്കാർ അറിയാതെ, സർക്കാരിനെ അറിയിക്കാതെ MSCക്ക് വിറ്റതിൽ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലപ്പുറം അത് നീങ്ങില്ല എന്നാണ്. ഈ 49% ഓഹരി എന്നതിൽ ഒരു മാറ്റമുണ്ടാകും എന്ന ഈ അതൃപ്തി അറിയിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനാകുമോ? ഈ അതൃപ്തി അറിയിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രതിഷേധം അറിയിക്കുന്നു എന്നതിൽ അവസാനിക്കുകയാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, അവരെ സംബന്ധിച്ചോളം സർക്കാരിന്റെ മുൻകൂർ അനുമതി മേടിച്ചിട്ട് വേണമായിരുന്നു ഈ ഷെയർ കൈമാറ്റം ചെയ്യാന്നുള്ള കാര്യത്തിൽ നമ്മൾ വ്യക്തമാക്കിയിട്ട്. ഇനിയിപ്പോ അത് എഫക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം, അതല്ലാതെ വഴിയില്ല. അപ്പൊ സർക്കാരിന്റെ അനുമതിക്ക് സമീപിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അത് ആലോചിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം 75% അത് കൊടുത്ത് നമ്മൾ അതിന്റെ ഈ യൂസർ ഫെസിലിറ്റി മുതൽ ഇങ്ങോട്ടേക്കുള്ള നമ്മളുടെ പൊതു താല്പര്യം അതിന്റെ വിഴിഞ്ഞത്തിന്റെ ഒരു മോണോപ്പൊളൈസേഷൻ ഉണ്ടാവാതെ വളരെ കൃത്യമായിട്ട് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒരു ആലോചന ഉണ്ടാവും. ആ ആലോചനയ്ക്ക് ശേഷം മാത്രമല്ലേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ അവര് മുൻകൂർ അനുമതി എടുക്കണം എന്നുള്ളത് അവർ ലംഘിച്ചിരിക്കുകയാണ്. അത് സർക്കാരിനോട് പറയാതെയാണ് അവർ ആ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അത് എഫക്റ്റീവ് ആക്കി നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. സർക്കാർ എല്ലാ കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം മാത്രമേ അതിനകത്ത് അനുമതി കൊടുക്കുകയുള്ളൂ. ശരി, ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺകുമാർ, ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ അല്പനേരം സംസാരിച്ചിരുന്നതാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് ഇതെങ്ങനെയാണ് ഈ കരാർ ഒപ്പിട്ടത്, സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടാണോ എന്ന ചോദ്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു താൻ പത്രവാർത്തയിൽ നിന്നാണ് അറിഞ്ഞതെന്ന്. അതിനുശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണത്തിൽ തൃപ്തനാണ് എന്ന രൂപത്തിലാണ് ആ വാചകങ്ങൾ വരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അരുതാത്തതെന്തോ നടന്നു എന്ന സംശയം എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ അരുൺകുമാർ? ഇപ്പോൾ മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനോട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു, എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെയൊരു കരാർ ഒപ്പിട്ടത് ശരിയായില്ല എന്ന പ്രതിഷേധം അറിയിക്കുകയാണ്. അപ്പോൾ അത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് എന്നിങ്ങനെ പറയും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വർഷങ്ങൾ കാത്തിരിപ്പ് കഴിഞ്ഞ ശേഷമാണ് 2016 ഇതിൻ്റെ എഗ്രിമെൻ്റായി കല്ലിട്ടു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്. രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നത് 2028 ശരിക്കും പറഞ്ഞാൽ 2045 ഇതിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിലുള്ളൊരു പദ്ധതി അതിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. 25% കൂടുതൽ ഷെയർ കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് കൈമാറ്റം തന്നെയാണ്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രയർ സാങ്ഷൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കൈമാറ്റവും പറ്റില്ല. അപ്പോൾ ഓണർഷിപ്പ് തന്നെ മാറുക, അത് ഭൂരിഭാഗം ഷെയറും മാറ്റുക, അതായത് 2500 കോടി മുടക്കുന്ന കമ്പനി അതിന്റെ 49% ഷെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1250 കോടിക്ക്
13,000 കോടിക്ക് ഒരു 10 ഇരട്ടി വ്യത്യാസത്തിൽ കൈമാറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇത് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അത് ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല എന്ന രൂപത്തിൽ തന്നെയാണ്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു അത് വിശ്വാസത്തിലെടുക്കുകയാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടെ വാർത്തകൾ പുറത്തു വന്നത് അദാനി അനൌദ്യോഗികമായി ഗവൺമെന്റുമായിട്ട് സംസാരിച്ചിരുന്നു, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു എന്ന രൂപത്തിലുള്ള വാർത്ത വരികയാണ്. അത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ ഔദ്യോഗികമായാലും അനൌദ്യോഗികമായാലും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടി. അപ്പൊ ഇന്ന് വൈകുന്നേരം വളരെ വൈകിയാണ്, ഇപ്പൊ ഈ ചർച്ച തുടങ്ങുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന എന്ന രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വരണം. കാരണം ഇത് ലോകത്ത് തന്നെ മദർഷിപ്പ് വരുന്ന 4 തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം വളരുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ അടുത്തുള്ള ഒരു തുറമുഖം എന്ന രൂപത്തിൽ വലിയ വികസന സാധ്യതയുള്ളതാണ്. ആ വികസന സാധ്യതയുള്ള തുറമുഖത്ത് ഒരു പ്രധാനപ്പെട്ട കപ്പൽ കമ്പനി തന്നെ ഇതിന്റെ ഭൂരിഭാഗം ഷെയർ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള വികസനത്തിന് തടസ്സം നിൽക്കും. മറ്റ് കപ്പൽ കമ്പനികൾക്കെല്ലാം വിഴിഞ്ഞത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മേജറായിട്ടുള്ള ഷെയർ വിൽക്കാൻ ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ഈ കമ്പനി പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും. കാരണം ഓണർഷിപ്പ് തന്നെ മാറുകയാണ്. ഓണർഷിപ്പ് മാറുക എന്ന് പറഞ്ഞാൽ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചാത്തല വികസനം, ഈ തുറമുഖത്തിന്റെ ചുറ്റും വിവിധ രൂപത്തിലുള്ള പശ്ചാത്തല വികസനത്തിന്റെ വലിയ ചർച്ചകൾ, കരാറുകൾ, സാധ്യതകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. ആ തുറന്നിട്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇടപെടലെല്ലാം ഇപ്പോൾ വലിയ ആശങ്കയിലാകും. ഒരു സ്വകാര്യ കമ്പനി ഈ തുറമുഖത്തിന്റെ മേജർ ഷെയറും കൊണ്ടുപോയി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഇതിൽ എല്ലാ തരത്തിലും പാകപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ വിഴിഞ്ഞത്തിന്റെ ഒരു പൊതു ലക്ഷ്യം തന്നെ തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഇന്നിപ്പോൾ വൈകുന്നേരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുന്നു. ഏതായാലും ഇതിന്റെ ചുരുൾ അഴിയണം. എന്താണ് ഈ കമ്പനിക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ അവരുടെ മേജർ ഷെയർ വിൽക്കാൻ, അതും ഒരു 10 ഇരട്ടി വലിപ്പത്തിൽ വർധനവിൽ കൊടുക്കാൻ പാകത്തിനുള്ള ചേതോവികാരം എന്താണ്? അത് അങ്ങനെ ചെയ്യണമെങ്കിൽ കരാർ പ്രകാരമല്ലേ പോകേണ്ടത്? കരാറിന് വിരുദ്ധമായി ഗവൺമെന്റിന്റെ പ്രയർ സാങ്ഷൻ ഇല്ലാതെ ഇത്തരത്തിലൊരു ചർച്ച നടത്താൻ എങ്ങനെയാണ് അവർക്ക് ധൈര്യം വരിക? പല മാധ്യമങ്ങളും ആദ്യം തെറ്റിദ്ധരിച്ചതുപോലെ, ദേശാഭിമാനി ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുതൽ മുടക്കായിട്ടാണ് ആദ്യം ഇതിനെ കണ്ടത്. എന്നാൽ അത് മുതൽ മുടക്കല്ല, മറിച്ച് ഇത് ഷെയർ വിൽക്കുകയാണ്. അദാനിയുടെ ഷെയർ മറ്റൊരു കമ്പനിക്ക് വിൽക്കുന്ന ഒരു രീതി മാത്രമായിട്ട് ഇത് കാണുകയാണ്. ഇതിന് ചേതോവികാരം എന്താണ് എന്നതടക്കം വളരെ ശക്തമായിട്ടുള്ള ഒരു വിവരങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. അതായത് ഈ അദാനിയും MSCയും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ഉണ്ട്. അതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട സംശയം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിച്ചതോടുകൂടി തീർന്നു എന്നാണോ, അതിലിപ്പോഴും സംശയമുണ്ടെന്നാണോ? അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, കരാർ, അതായത് SMCയും അദാനിയും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ഡീല് അത് നടക്കുമ്പോൾ അത് എന്നാണ് അതിന്റെ ചർച്ചകൾ ആരംഭിച്ചത്? പ്രയർ സാങ്ഷൻ ഇല്ലാതെ ചർച്ച ആരംഭിക്കാനുണ്ടായിട്ടുള്ള ചേതോവികാരം എന്താണ്? ഇത് വലിയ തരത്തിൽ ഒരു കമ്പനിക്ക് തന്നെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായിട്ടുള്ള ഈ കരാറിന് വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത്. 2, ഗവൺമെന്റുമായി അനൌദ്യോഗികമായിട്ട് ചർച്ച നടത്തി എന്ന് ഈ അദാനി കമ്പനി തന്നെ വ്യക്തമാക്കുന്നു. കമ്പനിയുടെ വിവരങ്ങൾ അത്തരത്തിൽ പുറത്തു വരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ നമ്മുടെ മുന്നിലുണ്ട്. മെയ് മാസം 1-ാം തീയതി ചാർട്ടേഡ് വിമാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മംഗലാപുരത്ത് പോയി ചർച്ച നടത്തി. അതിൽ അദാനിയുടെ പ്രതിനിധികളുണ്ട്. അത് മറ്റൊരാവശ്യത്തിന് പോയതാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ പലതവണ ചോദിച്ചിട്ടും അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും ഒരു വസ്തുതയും പുറത്തു വന്നിട്ടില്ല. അപ്പോ ഏകദേശം പ്രയർ സാങ്ഷൻ ഇല്ലാതെ ഇത് തുടങ്ങാനുള്ള ധൈര്യം അദാനിക്ക് ഉണ്ടായത് ഇത്തരത്തിലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ? എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചത്? ഇന്ന് വൈകുന്നേരം പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നല്ലാതെ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലെ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഷിപ്പിംഗ് കമ്പനിയുമായുള്ള ഒരു കരാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പുണ്ടാകും മുമ്പ് തന്നെ VD സതീശൻ മംഗലാപുരത്ത് പോയപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കി എന്നതാണോ CPMന്റെ ആരോപണം? അല്ല, അത് വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിരവധി ആളുകൾക്ക് സംശയമുണ്ട്. മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ അദാനിയുടെ പ്രതിനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയതിന്റെ ഫോട്ടോസ് അടക്കം, വീഡിയോ അടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്താണ്? ഒരു സ്വകാര്യ സന്ദർശനമാണ്, ക്ഷേത്ര സന്ദർശനമാണെങ്കിൽ അദാനിയുടെ പ്രതിനിധിക്ക് എന്താണ് അവിടെ റോള്?
ആ ഒരു യാത്ര കഴിഞ്ഞ് കൃത്യം 2 മാസം തികഞ്ഞിട്ടേ ഉള്ളൂ. അത് മെയ് 1 ഇന്ന് ജൂലൈ മാസം 2 തീയതിയാണ്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ശരി അരുൺ, ഇതിലൊരു പ്രശ്നം അദാനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു തൊട്ടുകൂടായ്മയില്ല. അദാനി വന്ന് അദാനി നിങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുകയാണ്. കേരളത്തിന്റെ പാർട്ട്ണർ എന്ന പ്രഖ്യാപനം നിങ്ങൾ നടത്തുന്നു. എന്തിന് AKG സെന്ററിലേക്ക് പോലും അദാനിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം അദാനി വിഴിഞ്ഞത്തിന്റെ കഴിഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ പിണറായി വിജയൻ പറഞ്ഞത് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നതിനുള്ള മറുപടി എന്നാണ്. അദാനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വികസന കുതിപ്പ് കേരളത്തിലുണ്ടാകുന്നു പറയുകയാണ്. നിങ്ങൾ ചേർത്ത് പിടിച്ച ഭീമനാണ് അദാനി ഗ്രൂപ്പ് അല്ലേ? നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ അദാനി ഈ മുഖ്യമന്ത്രിയാകും മുമ്പ് VD സതീശൻ ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ, ആ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ചേർത്ത് പിടിച്ച ഒരാളുമായിട്ട് ഒരു സംസാരം നടത്തുന്നു എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെ ഡീലാകുമെന്നൊരു സംശയമുണ്ട്. മുഖ്യമന്ത്രിയാകും മുമ്പ് അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു എന്താ പറയുക പവർ ഉണ്ടോ? അപ്പോൾ എന്തായാലും ചർച്ച നടന്നുവെന്നും ഒരു ഭാഗത്ത് VD സതീശനായിരുന്നുവെന്നും മറുഭാഗത്ത് അദാനി ആയിരുന്നുവെന്നും അത്രയും ഏകദേശം സമ്മതിച്ചല്ലോ. അങ്ങയുടെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. എനിക്കതിനെ കുറിച്ച് ധാരണ ഇല്ല അരുൺകുമാർ. നിങ്ങളുടെ ആരോപണത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞങ്ങളുടെ ആരോപണത്തിൽ പുറത്തു വന്ന വീഡിയോയും ഫോട്ടോയും അനുസരിച്ച് നോക്കിയാൽ ഒരു ഭാഗത്ത് VD സതീശനും മറുഭാഗത്ത് അദാനിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ചോദ്യം ചെയ്യപ്പെട്ട സാക്ഷികളടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ചർച്ച എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശരിയായ ഉത്തരം ഇതുവരെ ശ്രീ VD സതീശൻ നൽകിയിട്ടില്ല. അദ്ദേഹം കണ്ടു എന്ന് പറയുന്ന ആര്യാടൻ മുഹമ്മദുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കണ്ടു എന്ന് പറയുന്ന ബന്ധുക്കളുടെ പേരൊക്കെ പറയുന്നു. പിന്നീടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള സുതാര്യമായിട്ടുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഇല്ലാതിരുന്ന ഒരു കച്ചവടം, ഒറ്റ കാര്യം, കഴിഞ്ഞ 10 കൊല്ലമായി ഇല്ലാതിരുന്ന ഒരു കച്ചവടം 2ാം ഘട്ടം പണി പൂർത്തീകരിക്കാൻ ഇനിയും 1.5 കൊല്ലം വേണം. അങ്ങനെ വെറും 2500 കോടി മുഴുവൻ മാത്രം മുടക്കുന്ന ഒരു കമ്പനി അത് 10 ഇരട്ടി വിലക്ക് അവരുടെ ഷെയറുകൾ വിൽക്കാൻ ഈ ഗവൺമെന്റ് വന്ന 1.5 മാസത്തിനുള്ളിൽ എങ്ങനെ കഴിഞ്ഞു? അതിനുള്ള ചർച്ച എവിടെ ആരംഭിച്ചു? ഗവൺമെന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു ചർച്ച പോലും ആരംഭിക്കാൻ എങ്ങനെ ഇവർക്ക് ധൈര്യം കിട്ടി എന്നതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയും ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ്. ശരി, ഇതിൽ ഈ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് വരും മുമ്പ് എനിക്ക് ശ്രീ VJ മാത്യുവിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ശ്രീ VJ മാത്യു മാരിടൈം ബോർഡിന്റെ മുൻ ചെയർമാനാണ്. ശ്രീ VJ മാത്യു, ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം, ഇങ്ങനെയൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് സെബിയെയാണ്. സെബിയെ അറിയിച്ച് അത് പബ്ലിക്കാക്കിയ ശേഷം മാത്രമേ അത് സർക്കാരിനെ അറിയിക്കാവൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ആ രൂപത്തിലാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ ഈ സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അകത്തുള്ളവർക്ക് തന്നെ പണം ഇറക്കിക്കൊണ്ട് ഷെയറുകൾ വാങ്ങാൻ ഇടവരും. അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം സെബിയെ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ശ്രീ VJ മാത്യു? സ്മൃതി, ഇത് ആദ്യമായിട്ട് ഞാൻ മുൻ മാരിടൈം ബോർഡ് ചെയർമാൻ എന്നുള്ള രീതിയിലല്ല അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മാരിടൈം നിയമരംഗത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സീനിയർ അഭിഭാഷകനാണ്. ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് 2015 ഈ കൺസെഷൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. നമ്മൾ സെബിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൺസെഷൻ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തതാണ് പ്രശ്നം. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. കൺസെഷൻ എഗ്രിമെന്റ് ഇപ്പം മുഖ്യമന്ത്രിയുടെ ഒരു നോട്ട് എനിക്ക് ഒരു സുഹൃത്ത് അയച്ചു തന്നു. അത് പ്രകാരം ഇത് 49% മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറ്റാൻ സർക്കാരോട് ആലോചിക്കാതെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് 5(3) വയലേഷനാണ്. അത് പ്രകാരം 25% മേലെ ആർക്കായാലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ റിട്ടേൺ കൺസെൻറ്റോടുകൂടി അല്ലാതെ ട്രാൻസ്ഫർ ചെയ്താൽ അത് ദാറ്റ് ഈസ് കൺസ്റ്റിറ്റ്യൂട്ട് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മാൻഡേറ്ററി പ്രയർ അപ്രൂവൽ ഇസ് എ മസ്റ്റ്. ആർട്ടിക്കിൾ 49 അത് തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് കൺസെഷൻ അഗ്രിമെൻ്റ് ആർട്ടിക്കിൾ 38 ടെർമിനേഷൻ ഫോർ കൺസെഷണർ ഡിഫോൾട്ട്. ഇപ്പോൾ ഒരു ഡിഫോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, അതറിയില്ല, അവരിങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കൺസെഷൻ അഗ്രിമെൻ്റ് ഒരു ഡിഫോൾട്ടാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റഡ് ആവും. അത് ക്യൂർ ചെയ്യാൻ വേണ്ടി 60 ദിവസത്തിനുള്ളിൽ ആ ബ്രീച്ച് ക്യൂർ ചെയ്തില്ലെങ്കിൽ സർക്കാരിനിത് ക്ലോസ് ആർട്ടിക്കിൾ 38 1
O പ്രകാരം a change in ownership has occurred in breach of provisions of clause 5.3. അതുപോലെ S, a concessioner has been or in the process of being liquidated, dissolved, wound up, amalgamated or reconstituted in a manner that would cause in a reasonable opinion of the authority a material adverse effect. അത് പ്രകാരം സർക്കാരിന് നോട്ടീസ് കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യാനും അത് അവരുടെ നഷ്ടം കണ്ടുകെട്ടാനൊക്കെ ഇതിനകത്ത് പ്രൊവിഷനുണ്ട്. സർക്കാരും ആരും അതിലേക്ക് പോകില്ലായിരിക്കും, പക്ഷേ ഇത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല ചാലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം സെബിയേക്കാളും ഏത് അതോറിറ്റിയേക്കാളും ദി ആർ ബൗണ്ട് ബൈ ദ കൺസെഷൻ എഗ്രിമെൻറ്റ്. പിന്നെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം നമ്മുടെ 3 തരം തുറമുഖങ്ങളാണുള്ളത്. ഒന്ന് മേജർ പോർട്ട്, കൊച്ചി പോലുള്ള അല്ലെങ്കിൽ ബോംബെ പോലുള്ള മേജർ തുറമുഖങ്ങൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. മൈനർ തുറമുഖങ്ങൾ 17 എണ്ണം കേരളത്തിൽ നോക്കിയാൽ മാരിടൈം ബോർഡിൻ്റെ കീഴിലാണ്. ഈ PPP പോർട്ടും സംസ്ഥാനത്തെ PPP പോർട്ടും പുതിയ 2025 ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം, കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം മാരിടൈം ബോർഡിൻ്റെ കീഴിലാണ്. അതിൻ്റെ സെക്ഷൻ 13 to 15 Maritime Board is recognized as the statutory authority responsible for administration and management and supervision of the port. ഇന്നിപ്പോൾ മാരിടൈം ബോർഡിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ ഒരു ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അഡാനി തുറമുഖത്ത് എത്ര കപ്പൽ വന്നു, എത്ര കണ്ടെയ്നർ വന്നു കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ദർ ഇസ് നോ നാവിഗേഷണൽ ഒരു കൺട്രോൾ ഇല്ല. ഏത് തുറമുഖത്തെയും പോലെ ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം കൺസർവേറ്ററെയും ഹാർബർ മാസ്റ്ററെയും പൈലറ്റ്സിനെയും ഇവിടെ ട്രാഫിക് മാനേജറും ഇല്ല. ഇതെല്ലാം അപ്പോയിന്റ് ചെയ്യേണ്ടത് മാരിടൈം ബോർഡും അല്ലെങ്കിൽ സർക്കാരാണ്. ഞാൻ മനസ്സിലാക്കിയത് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് വേണ്ട എന്ന് ഏതോ ഉദ്യോഗസ്ഥൻ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥൻ എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ തുടങ്ങിയ വയലേഷനാണ്. ഇതിന്റെ ഭാഗമായിട്ട് സർക്കാരിന് കിട്ടേണ്ട ശ്രീ മാത്യു, ഇപ്പോൾ 1000 കപ്പലുകളെങ്കിലും വന്നിട്ടുണ്ട് അദാനിയുമായുള്ള കരാറിന് ശേഷം എന്നുള്ളതാണ് ഒരു വലിയ നേട്ടമായി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെ, 1000 കപ്പൽ വന്നു എന്നുള്ളത് നമുക്കുള്ള ന്യൂസാണ്. റെക്കോർഡിൽ ഒരിടത്തും വന്നിട്ടില്ല. 1000 കപ്പൽ വന്നാലും എത്ര കണ്ടെയ്നർ വന്നു, എത്ര കണ്ടെയ്നർ ലാൻഡ് ചെയ്തു, അതിൻ്റെ ചാർജസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ വെസൽ റിലേറ്റഡ് ചാർജസ്, പോർട്ട് ഡ്യൂസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ടണ്ണേജ് അനുസരിച്ചാണ് ആ ചാർജ്. ആ ചാർജ് കിട്ടേണ്ടത് മാരിടൈം ബോർഡിനും സർക്കാരിനുമാണ്. പൈലറ്റേജ്, അകത്തോട്ടും പുറത്തോട്ടും വരുന്ന പൈലറ്റേജ്, അതും കിട്ടേണ്ടത് മാരിടൈം ബോർഡിനാണ്. ബർത്ത് മാത്രമാണ് ഓപ്പറേറ്ററായ അഡാനി പോർട്ടിന് കിട്ടേണ്ടത്. അതായത് ടണ്ണേജും നമ്പർ ഓഫ് ഹവേഴ്സ് യൂസ് ചെയ്യുന്നതും. ആ തുക കാണിച്ചാൽ മാത്രമേ നമുക്ക് 15 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു ഷെയർ കിട്ടാൻ ഒരു അക്കൗണ്ടബിലിറ്റി വേണം. ഇതെല്ലാം നോക്കാൻ ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം മാരിടൈം ബോർഡിന് അധികാരമുണ്ട്. അത് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ശരി, എൻ്റെ കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴും 2 ടേം കഴിഞ്ഞു, 3-ാമത്തെ മാരിടൈം ബോർഡാണ് ഇപ്പോൾ. അത് വലിയൊരു ഫോൾട്ടാണത്. അതായത് കുറച്ചു കാലമായി നടക്കുന്ന വയലേഷൻ അല്ലേ, കുറച്ചു കാലമായുള്ള വയലേഷന് തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. ഇതൊരു വലിയ വയലേഷൻ ആവുകയും ചെയ്തു. 50 കോടി മേലെ പോർട്ട് ഡ്യൂസ് മാരിടൈം ബോർഡിന് കിട്ടാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 50 കോടി 50 കോടി അതിൽ കൂടുതലുണ്ടാവും. അത് കണക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ ഇപ്പോൾ ഈ അക്വിസിഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദി അഗ്രിമെന്റ് ദാറ്റ് ക്യാൻ ബി ചാലഞ്ച് ഓർ ഈവൻ അതർവൈസ് ഇറ്റ് വിൽ ഗെറ്റ് ടെർമിനേറ്റഡ് ഓട്ടോമാറ്റിക്കലി. പിന്നെ 60 days ഉള്ളത് കറക്റ്റ് ചെയ്യാം. ശരി, ശ്രീ ജ്യോതിർ ഘോഷ്, സംസ്ഥാന സർക്കാർ ആലോചിച്ച് വേണ്ട രീതിയിൽ. ശരി, ശ്രീ ജ്യോതിർ ഘോഷ്, ഇപ്പോൾ സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടത് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് സമ്മതിക്കാം. പക്ഷേ ഇത് അപകടകരമായിട്ടാണ് ഇങ്ങനെ ഒരു കരാർ ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോയാൽ എന്നുള്ള കാര്യമാണ് ശ്രീ മാത്യു ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമോ ശ്രീ ജ്യോതിർ ഘോഷ്? ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാ ഞങ്ങളുടെ അതൃപ്തി ഇതാ അറിയിച്ചിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിലപ്പുറം നീങ്ങാൻ സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കരാർ തന്നെ റദ്ദാക്കപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ ചെയ്യുമോ യഥാർത്ഥത്തിൽ സർക്കാർ? അങ്ങനെ ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇതിനകത്തൊരു തീരുമാനം, എന്തു തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞാലും കേരളത്തിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനമേ എടുക്കാൻ സാധ്യതയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം 7 പതിറ്റാണ്ട് കഴിഞ്ഞു.
അതിനു മുമ്പും ഈ വിഴിഞ്ഞ അവിടെയുണ്ട്. ഇപ്പോഴും ഈ കഴിഞ്ഞ 2015 ഉമ്മൻചാണ്ടിയുടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഫലവും അദാനിയുടെ സാന്നിധ്യവും കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അദാനി പോർട്ട് അല്ലെങ്കിൽ അവിടെ ഈ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ഉദ്ഘാടന കമ്മീഷനിങ്ങിൻ്റെ സമയത്തൊക്കെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞതുപോലെ നടക്കാത്തത് നടന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇനി ഇതിന്റെ ഒരു വളർച്ചയ്ക്ക് വിഘാതമുണ്ടാകുന്ന രീതിയിൽ ഏതൊരു സമീപനം ആരുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാലും അത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ഗതിയായിരിക്കും സ്വാധീനിക്കുന്നത്. അത് കേരളത്തിന്റെ താല്പര്യത്തിന് ഉതകുന്നതുമായിരിക്കും. പക്ഷേ ഇത് കേരളത്തിന്റെ താല്പര്യത്തിനപ്പുറം ഈ MSCയുടെ താല്പര്യമാണോ മുന്നിൽ നിൽക്കുക എന്നുള്ള സംശയവും ആശങ്കയുമാണോ പ്രകടിപ്പിക്കപ്പെടുന്നത്? ഓണർഷിപ്പ് ചേഞ്ച് അല്ലേ വരുന്നത്? അപ്പൊ ഇവിടെ സ്മൃതി മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഇതിപ്പം ഗവൺമെന്റുമായിട്ട് അദാനി ഗ്രൂപ്പ് ചിന്തിക്കാതെ ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ഇപ്പൊ നേരത്തെ ശ്രീ വിജയ മാത്യുവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊരു വയലേഷൻ തന്നെയാണ്. ഇത് സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനിയിപ്പോ നമുക്കിപ്പോ ഇതിന്റെ പേരിൽ ഈ വിഴിഞ്ഞം തുറമുഖം മുമ്പോട്ട് പോകണ്ട, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഇതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. ഇവിടെ അദാനി വരുന്നത് 1 രൂപ ചെലവഴിച്ചിട്ട് അതിനകത്ത് 100 1000 ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അദാനി വരുന്നത്. ഈ അദാനിയെ റെഗുലേറ്റ് ചെയ്യുക, അതായത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം വെച്ചാൽ ഗവേണൻസ് ആണ്, ഗവേൺ ചെയ്യുക എന്നുള്ളതാണ്, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും സൂപ്പർ പവർ എന്ന് പറയുന്ന ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ സൂപ്പർ പവർ ഗവൺമെന്റ് ആണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് ഉണ്ട്, അതായത് ഈ കുത്തക വന്ന് നമ്മളെ വിഴുങ്ങിക്കളയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ക്രിയേഷൻ ആണത്. കാരണം ജനങ്ങളാണ് മുമ്പിൽ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തീരുമാനിച്ചാൽ ഒരു കുത്തകയും വിഴുങ്ങത്തില്ല. പക്ഷെ അങ്ങനെയാണോ യാഥാർത്ഥ്യം ശ്രീ ജ്യോതി ഘോഷ്? അദാനി 2016 മുൻപ് എന്തായിരുന്നു, 2016 2026 എത്തുമ്പോൾ അദാനി എന്താണായത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. അതിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതിനകത്ത് ഇവിടെ ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്ന, ഇപ്പൊ അവിടെയാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വം. ജനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഇതിപ്പോ VD സതീശനിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ VD സതീശനാണ്, മുഖ്യമന്ത്രിയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേരളത്തിന്റെ താല്പര്യത്തെ മുൻനിർത്തി ഏത് നടപടിയാണ്, അതുപോലെ സുതാര്യത വേണം. ഇപ്പൊ ശ്രീ വിജയ മാത്യുവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം അറിയേണ്ട കാര്യങ്ങളല്ലേ. മാരിടൈം ബോർഡിന് 50 കോടി രൂപ കിട്ടേണ്ടതാണ് എന്നുള്ള, അതുപോലെ തന്നെ ഇത് ബെർത്തിൽ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ചുമതലയാണ് അദാനിക്കുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ നമ്മൾ ഇപ്പോഴും നമ്മൾ 20ാം നൂറ്റാണ്ടിന്റെ ഫോർമാറ്റിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഈ വിവരങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ ആക്കേണ്ട ചില സാധനങ്ങളുണ്ട്, അത് മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ഇത്തരം സംഗതികളെല്ലാം നമ്മുടെ മാതൃഭാഷയിൽ ഉൾപ്പെടെയുള്ള ഭാഷയിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് എന്തുകൊണ്ട് ഇത് പബ്ലിക്കിന് ലഭ്യമാകുന്ന രീതിയിൽ സുതാര്യമാക്കിക്കൂടാ? ഇതെല്ലാം സുതാര്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു റോള് വരുന്നത്, ഗവേൺ ചെയ്യുക എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് സുതാര്യതയാണെന്ന് വേണ്ടത്. ഇത് നമുക്കറിയണം, എനിക്കോ സ്മൃതിക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്കോ ഇത് എന്താണ് ഇതിന്റെ അവസ്ഥയെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതിനുള്ള സാഹചര്യമുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും ഗവൺമെന്റ്. നമ്മുടെ സർക്കാർ ഈ ബജറ്റിൽ തന്നെ, സർക്കാരിന്റെ 1ാം ബജറ്റിൽ തന്നെ ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാ ഡേറ്റകളും നമ്മുടെ മുന്നിൽ സുതാര്യമായി വെച്ചുകൊണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്രത്തോളം സുതാര്യതയുണ്ട്? ഇതിൽ ഇനി സുതാര്യ വരുത്തുമെന്നാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അതോ ഇതുവരെ ഒരു രഹസ്യാത്മകത അതിൽ ഉണ്ടായിരുന്നു എന്നാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്കിതിനകത്ത് രഹസ്യാത്മക ആരോപിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിശ്വസിക്കാനോ പ്രയാസമുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഡീൽ ഗവൺമെന്റിന്റെ അറിവില്ലാതെ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ന്യായീകരിക്കപ്പെടാവുന്നതല്ല. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു പ്രതിഷേധം അറിയിച്ച സ്ഥിതിക്ക് നമുക്കത് മുഖവിലേക്ക് എടുക്കാനില്ല എന്ന് വേറെ നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ ഇവിടെ ഇതിനൊരു രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞാൽ ഇത് വളരെ അപകടം ചെയ്യും. ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി അദാനിയുമായിട്ട് ഈ കരാർ ഒപ്പിട്ട സമയത്ത് അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ആരോപണമാണ് വിജയിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഈ വിഴിഞ്ഞം പോർട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഈ കുത്തക എന്നുള്ളൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഈ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും വലിയ കുത്തകയായി മാറിയത്. കാരണം 1005 കപ്പലുകളാണ് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടിയ വിവരം അനുസരിച്ചിട്ട് ഇന്നലെ വരെ അവിടെ എത്തിയിരിക്കുന്നത്. ഈ 1005 കപ്പലുകളിൽ 97 കപ്പലുകളും MSC കമ്പനിയുടെയാണ്. അപ്പൊ അതായത് ഇപ്പോൾ തന്നെ MSC കമ്പനി അവിടെ കുത്തക ഏർപ്പാടായി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഈ ഷെയറിന്റെ കാര്യങ്ങളും ഇതിന്റെ ഈ ഗവൺമെന്റിനെ അറിയിക്കാതെ ചെയ്ത കാര്യങ്ങളിലേക്ക് നാം പോകുന്നില്ല. മറിച്ച് ഈ നിലവിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുന്ദ്ര എയർപോർട്ടിലെ അതിന്റെ ഏറ്റവും വലിയ ടെർമിനൽ, നമ്മുടെ വിഴിഞ്ഞത്തിന്റെ തന്നെ കപ്പാസിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന ടെർമിനലാണ് CT3 ടെർമിനൽ എന്ന് പറയുന്നത്. അവിടെ 50-50 ആണ് അദാനി ഗ്രൂപ്പും MSCയും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ. അതേപോലെ തമിഴ്നാട്ടില് എന്നോറില് നമ്മൾ ഇവിടുത്തെ കണക്ക് 51-49 ഈ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഷിപ്പിംഗ് കമ്പനികളും വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ MSC കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ MSCയുടെ കുത്തകയായി മാറുമെന്ന് പറയുന്നത് അത് തീരെ ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിപ്പിംഗ് രംഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വൈരുദ്ധ്യാത്മിക മത്സരമാണ് നടക്കുന്നത്. ഒരേ സമയം ഈ ഷിപ്പിംഗ് കണ്ടെയ്നർ കമ്പനികൾ എതിരാളികളും അതേസമയം പങ്കാളികളുമാണ്. അതായത് ഈ വെസൽ ഷെയറിംഗ് എഗ്രിമെന്റ് എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുമായിട്ടും വെസൽ ഷെയറിംഗ് എഗ്രിമെന്റ് ഉണ്ട്. ഈ വെസൽ ഷെയറിംഗ് എഗ്രിമെന്റ് ഉള്ളതിന്റെ പേരിൽ എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ഈ ഓരോ തുറമുഖങ്ങളിൽ എത്താൻ കഴിയും. ചെറിയ ചെറിയ രാജ്യങ്ങളിലെ കപ്പൽ കമ്പനികളുമായി MSCക്ക് അത്തരത്തിൽ കരാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ജ്യോതിർഘോഷ്, ചെറിയ ചെറിയ രാജ്യങ്ങളിലെ അതാ പറഞ്ഞ പല കമ്പനികളുമായിട്ടും താൽക്കാലികമായിട്ടും ഉണ്ടാക്കുന്നുണ്ട്, ടെമ്പററി കരാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ MSCക്ക് മെഴ്സക്കും CMA CGMുമായിട്ട് ഒരു 2M എന്ന് പറഞ്ഞ 10 വർഷത്തെ കരാർ 25-ലാണ് അവസാനിച്ചത്. ഇപ്പൊ അവർ ടെമ്പററി കരാറുകളാണ് ഏർപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ കുത്തകയായിട്ട് ഇത് മാറുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. കാരണം ഒരേ സമയം ഇവർ എതിരാളികളും അതേസമയം തന്നെ ഇവർ പങ്കാളികളുമാണ്. ഈ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് അവിടെ കുത്തകയായി മാറാൻ പറ്റില്ല. കാരണം ഒരു കപ്പൽ കമ്പനിക്ക് സ്പേസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനി അവരുടെ വസ്തു ഈ കണ്ടെയ്നർ കൊടുത്തയക്കണമെങ്കിൽ ഈ കമ്പനിയിൽ കൊടുത്തയക്കുന്നത്. ഇവരുടെ മത്സരം എന്ന് പറയുന്നത് റൂട്ടിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മികച്ച ക്ലയൻസിന് വേണ്ടിയിട്ടുമുള്ള മേഖലയിലാണ് ഇവർ മത്സരിക്കുന്നത്, ഈ ഷിപ്പിംഗ് കമ്പനികൾ. അല്ലാതെ ഈ കടലിൽ ഇവർ പങ്കാളികളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊരു ഈ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഈ കുത്തക എന്ന നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള അബദ്ധം എന്ന് പറയുന്നത് പഴയ ഒരു രീതിയിൽ നമ്മൾ സങ്കല്പിക്കുകയും ഇത് വന്ന് നമ്മൾ വിഴുങ്ങിക്കളയും എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടാവത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്നൂറിലെയും അതോടൊപ്പം തന്നെ മുന്ദ്രയിലെയും ഒക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ യഥാർത്ഥത്തിൽ ഒരു വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള അതിന്റെ കരാറനുസരിച്ച് നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിലവിലുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള പോർട്ടുകൾ എന്നൂറിലാണെങ്കിലും മുന്ദ്രയിലാണെങ്കിലും മറ്റു പോർട്ടുകളിലാണെങ്കിലും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കേരളത്തിന്റെ താല്പര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഗവൺമെന്റിന്റെ അതായത് ജനങ്ങളുടെ ഒരു സൂപ്പർ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ള അതേ സമയത്ത് നമ്മളുടെ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ ഒരു തീരുമാനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് വേണ്ടത്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. ശ്രീ രാജു പി നായർ, ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഒരു സൂപ്പർ പവറായി പ്രവർത്തിക്കാതിരിക്കാൻ ഈ സംസ്ഥാന സർക്കാർ എന്തു ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ ശ്രീ വി ജെ മാത്യു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇതിനകം തന്നെ കൺസെഷൻ എഗ്രിമെന്റ് വയലേഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ നടന്നിരിക്കുന്ന വയലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ വയലേഷനാണ്. അതിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 49% ഷെയർ നൽകുക എന്നുള്ള കരാർ അത് അവിടെ റദ്ദാക്കപ്പെടുകയാണ് വേണ്ടത്. ആ രൂപത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ? എവിടെയാണ് ഒരു സർക്കാർ റോൾ എടുക്കുക, ഈ റെഗുലേറ്റ് ചെയ്യുന്ന റോൾ എടുക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്തിരിക്കുന്ന കാര്യം സർക്കാരിനെ അറിയിക്കാതെ ചെയ്തിരുന്നുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ഇതിനകത്ത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന് അനുമതി കൊടുക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജിക് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ ഈ തുറമുഖത്തിന്റെ ഒരു എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലുള്ള ടേംസും എല്ലാത്തിനും വെച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അതുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് അതാണ്. നേരത്തെ ഇവിടെ അനുവദിച്ചത് ഞാൻ ചോദിക്കട്ടെ, ഒരു സ്മൃതി, ഇവിടെ CPM-ന്റെ ഒരു പ്രശ്നം, CPM ഭരണത്തിലിരിക്കുമ്പോൾ ഈ ചങ്ങാത്ത മുതലാളിത്തമൊക്കെ ആയിട്ടുള്ള തീവ്ര വലതുപക്ഷമായി മാറുകയും ഭരണം നഷ്ടപ്പെടുമ്പോൾ തീവ്ര ഇടതുപക്ഷമായിട്ട് മാറുന്നു എന്നുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് CPM-നുണ്ട്. എന്തായാലും 13,000 കോടി രൂപയുടെ ഒരു ഷെയർ ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ തന്നെ പറയാവുന്ന കാര്യം ഈ മെയ് 18 ശേഷം 30-40 ദിവസം കൊണ്ട് ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ. അതിനു മുൻപ് തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടാവുന്നുള്ള സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്കറിയാലോ. എന്ന് വെച്ചാൽ
ഇടതുപക്ഷ ഗവൺമെന്റ്, ഇടതുപക്ഷം എന്ന് പറയുന്നത് ശരിയല്ല, CPM-ന്റെ ഗവൺമെന്റ്, LDF-ന്റെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ നീക്കത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഡീലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ സത്യത്തിൽ ഈ മുൻകൂർ അറിയിക്കുക എന്നുള്ളത് കഴിഞ്ഞ സർക്കാരിനെ തന്നെ മുൻകൂർ അറിയിച്ചുകൊണ്ട് നടക്കേണ്ടതായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മാത്യു സാർ പറഞ്ഞപ്പോ ഇവിടെ സൂചിപ്പിച്ചു മാരിടൈം ബോർഡിന് കിട്ടേണ്ട 50 കോടി. അത് മാത്രമല്ലല്ലോ, ഈ ഒന്നാം ഘട്ടത്തിൽ പണി നടക്കുമ്പോൾ താമസം വന്നതിന് 49 കോടി നമുക്ക് പിഴ അടയ്ക്കാമായിരുന്നു അദാനി. 49 കോടി അദാനിക്കുള്ള പിഴ നീക്കിക്കൊടുത്തൊരു ഗവൺമെന്റ് ആയിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ്. അവർക്ക് കൺസിഡർ അത് വെയ്വ് ചെയ്ത് കൊടുത്തു, 49 കോടിയുടെ വെയ്വ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് അവിടെ ഈ കഴിഞ്ഞ ദിവസവും 1000 ഷിപ്പിംഗ് കണ്ടെയ്നർ വന്നു എന്നുള്ളത് എന്തായാലും വി ഡി സതീശനും UDF-ഉം അത് വലിയ ആഘോഷമാക്കിയില്ല. പക്ഷെ അപ്പോഴും അത് ആഘോഷമാക്കിയത് LDF ആണ്. ആരുടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1000 കണ്ടെയ്നർ 1000 ഷിപ്പ് ഇവിടെ എത്തി എന്നുള്ളതും മറ്റും ഇവര് കണക്കാക്കുന്നത്? അദാനി പറയുന്ന കണക്ക് ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചാലോ, മാരിടൈം ബോർഡിന്റെ ഒരു സർവൈലൻസ് പോലും അല്ലെങ്കിൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രേഖ പോലും ഇതിനകത്തില്ല. പരിപൂർണമായിട്ട് ഇത് മുഴുവൻ അദാനിക്ക് വിട്ടുകൊടുത്തിട്ട് ചെയ്തൊരിതാണ്. എന്നിട്ട് CPM-ന്റെ ഓഫീസിലെത്തിയത് ഗൗതം അദാനിയല്ലേ? VD സതീശന് അദാനിയുമായിട്ടൊരു ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മംഗലാപുരത്ത് പോയിട്ട് ഏതോ ഒരു ഇതിന്റെ പ്രസിഡന്റായിട്ടാണോ ചർച്ച നടത്തുക? പക്ഷേ ഈ മംഗലാപുരം ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ശ്രീ രാജീവ് നായർ. അതിൽ ഒരു വ്യക്തമായ മറുപടി നൽകി കഴിഞ്ഞാൽ അത് അവസാനിക്കുമല്ലോ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിലൊരു മറുപടി വ്യക്തമായി നൽകാത്തത്? അല്ല, ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളല്ലേ? മറുപടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. മറുപടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മംഗലാപുരത്ത് പോയത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിന് വേണ്ടി അന്ന് പോയത്. അദ്ദേഹം വന്നവിടെ പോയതിന്റെ വീഡിയോ ഉൾപ്പെടെ മുഴുവൻ സാധനമുണ്ട്. രാവിലെ പോയ ആള് വൈകുന്നേരം തിരിച്ചു വന്നു. ഇതിനിടയ്ക്ക് എയർപോർട്ടിൽ വെച്ച് അദാനിയുടെ പോർട്ടിലുള്ള ആൾ വന്നു, കൂടെ മറ്റുള്ളവരുടെ കൂടെ തന്നെ ഫോട്ടോ എടുത്തു. അദാനിയുമായിട്ട് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് രഹസ്യ കൂടിക്കാഴ്ചയാണെങ്കിൽ ആരെങ്കിലും വീഡിയോയും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുക്കും? ഇവരൊന്നും ചോർത്തിയെടുത്തൊന്നും അല്ലല്ലോ. ഇതൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതെല്ലാം. അദ്ദേഹം കടന്നുപോയ വഴികളിലെല്ലാം വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, ഇതെല്ലാം വന്നു ഇല്ലേ? എന്നിട്ട് എന്താ, പോയ വിമാനം അദാനിയുടേതായിരുന്നല്ലേ CPM പറഞ്ഞത്? ഇന്നിപ്പോ CPM പറയുന്നുണ്ട്. ധൈര്യമുണ്ടോ CPM പറയാൻ അദാനിയുടെ വിമാനത്തിലാണ് പോയതെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇത്തരത്തിൽ ഈ കള്ളപ്രചരണം നടത്താൻ വേണ്ടി ഇവർക്ക് നല്ല മിടുക്കുണ്ട്. ആ സംശയത്തിന്റെ മുകളിൽ നിർത്തിക്കൊണ്ട് കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്നതിന് ഞാൻ ചോദിച്ചത്, നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ടല്ലോ. VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദാനിക്ക് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാലോ ഇല്ലേ? കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വന്നതിന് ശേഷം അദാനിക്ക് നേരിട്ട് വന്ന് ഇവിടെ വന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്തൊക്കെയാന്ന് പുറത്തു വരുമോ? ഇതൊക്കെ വെറുതെ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്ത വെറും ഈ എന്തും എങ്ങനെയെങ്കിലും ഈ നഷ്ടപ്പെട്ടു പോയ ഈ ഭരണത്തിന്റെ ഇതിൽ നിന്നുകൊണ്ട് കാണിക്കുന്ന പേക്കൂത്തരപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? ശരി, അത് പ്രതിപക്ഷത്തുള്ള മറുപടിയാണ് ശ്രീ രാജീവ് നായർ. പക്ഷേ നിങ്ങൾ വന്ന ശേഷം ഇപ്പോൾ മിഷൻ സമുദ്ര അടക്കം വലിയ പദ്ധതികളാണ് മുഖ്യമന്ത്രിയുടെ സ്വപ്നമായിട്ടുള്ളത്. അപ്പോൾ ആ സ്വപ്ന പദ്ധതികളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുമെന്നുള്ള സ്വാഭാവികമായ ചോദ്യം പ്രതിപക്ഷത്തിൽ നിന്നുണ്ടാകും. അപ്പോൾ അതിനുകൂടി മറുപടി വേണം. ഈ പറയുന്ന നേരത്തെ തന്നെ ചെയ്തു എന്ന് പറയുന്ന എഗ്രിമെന്റ് വയലേഷനുകൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമോ VD സതീശൻ സർക്കാർ എന്നുള്ള ചോദ്യമുണ്ട്. ഈ 49% ഷെയർ എന്നുള്ളതിൽ എന്ത് കുറവ് വരുത്തും? അല്ല, നോക്കൂ, ആ വയലേഷൻസും ഇതും മറ്റുമുള്ള സംഭവങ്ങളെല്ലാം വരാൻ പോകുന്ന സർക്കാരിന്റെ മുമ്പിലേക്കാണ്. സർക്കാർ എന്താണ് തീരുമാനമെടുക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി എന്നോട് ഈ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ അശക്തരാണ്, അത് പറയാൻ കഴിയില്ല. ആ നടപടി എന്താണെന്നുള്ളത് വരട്ടെ. പക്ഷെ ഇതിനകത്ത് CPM ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, മിഷൻ സമുദ്രക്കകത്ത് അദാനിക്ക് എന്താ കാര്യം? കേരളത്തിന്റെ മൈനർ പോർട്സ് നിൽക്കുന്നത് അദാനിയുടെ കയ്യിലാണോ? അതല്ലെങ്കിൽ മറ്റു പോർട്ടുകൾ നിൽക്കുന്ന അദാനിയുടെ കയ്യിലാണോ? നമ്മൾ എന്താ മിഷൻ സമുദ്ര കേരളത്തിന്റെ മേജർ പോർട്സിനെയും മൈനർ പോർട്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ശൃംഖല ഉണ്ടാക്കി നമ്മുടെ കാർഗോ മൂവ്മെന്റ്സ് കൊണ്ടുവരികയും രണ്ടാം ഘട്ടത്തിലേക്ക് അത് ടൂറിസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിലേക്ക് പാസഞ്ചർ ഇതിലേക്കൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുള്ള അത് മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാലോ, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ തന്നെ 2 വർഷമായിട്ട് പല ഇന്റർവ്യൂകളിൽ അദ്ദേഹം സ്വപ്ന പദ്ധതിയായിട്ട് മുന്നോട്ട് വെച്ചതാണ്. ആ സ്വപ്ന പദ്ധതി മുന്നോട്ട് വെച്ചത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത മാൻഡേറ്റ് ആണ്. വിഴിഞ്ഞ പോർട്ട് അദാനിയാണ് പണിതിരിക്കുന്നത് വെച്ചുകൊണ്ട് ബാക്കി കേരളത്തിലെ മുഴുവൻ മൈനർ പോർട്ട്സ് അദാനിയുടെ കയ്യിലാണോ? അല്ലെങ്കിൽ കേരളത്തിലെ ഇതിലുള്ള കടലിലൂടെ അറബിക്കടലിലൂടെ വരണമെങ്കിൽ എന്താ അദാനിക്ക് ചുങ്കം കൊടുക്കണോ? എന്തൊക്കെ വിഡ്ഢിത്തരമാണ് ഇവർ വിളിച്ചു പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പുകമറ ഉണ്ടാക്കി
ഇതിനെയെല്ലാം മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുക എന്നുള്ള ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള രാഷ്ട്രീയ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഇപ്പോ. ഇവര് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ ഇന്ന് അവിടെ നിൽക്കുമ്പോഴാണ് ഈ സ്വയം നഷ്ടപ്പെടുത്തി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. 40 ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ലല്ലോ 13,000 കോടി രൂപയുടെ ഈ പറയുന്ന ഇതുമായിട്ടുള്ള ഷെയർ ട്രാൻസ്ഫർ. അപ്പൊ ഷെയർ ട്രാൻസ്ഫർ നടക്കാനുള്ള ഡാറ്റ മുതൽ അവിടുത്തെ മുഴുവൻ ഡീറ്റെയിൽസും അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച ക്രിട്ടിക്കൽ ഡാറ്റ ഉൾപ്പെടെ ഈ കമ്പനിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആ കമ്പനിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ കേരളത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തെന്തായിരുന്നു? ഏത് തരത്തിലായിട്ട് ഇത് ചെയ്തത്? മാരിടൈം ബോർഡ് എങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തു? അദാനിയിൽ നിന്ന് മേടിക്കേണ്ട പൈസ എന്തുകൊണ്ട് ഇത് ചെയ്തു? എന്തുകൊണ്ട് മാരിടൈം ബോർഡ് ഇവിടുത്തെ ട്രാഫിക്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ ഇല്ല? അപ്പൊ മുഴുവൻ സൗകര്യവും അദാനിക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അവർ പ്രയർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നിപ്പോ പറയുന്നത് ചിലപ്പോൾ പിണറായി വിജയനായിരിക്കും. അതാണ് സത്യം. പിണറായി വിജയന് പ്രയർ ഇൻഫർമേഷൻ കൊടുത്താലല്ലാതെ 40 ദിവസം കൊണ്ട് നടക്കാവുന്ന ഒരു ഡീലല്ല. അതുകൊണ്ട് പിണറായി വിജയന് ഇതിനകത്ത് എന്തു പങ്കുണ്ട്? അദാനിയുമായിട്ട് എന്തു പങ്കാണ് പിണറായി വിജയൻ നടത്തിയത്? ആ അദാനിയുടെ ബലൂൺ ഉയർത്തിവിട്ടപ്പോ എത്ര അഴിമതിയുടെ കറ അതിനകത്തുണ്ട്? ഈ CPM ഓഫീസിൽ ഗൗതം അദാനി വന്നപ്പോ സംസാരിച്ചത് എന്തുമുതലുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ ഇന്ന് അന്വേഷിക്കപ്പെടേണ്ടത്. അവിടെയാണ് ഇതിന്റെ ഡീല് മുഴുവൻ നടക്കുന്നത്. അല്ലാണ്ട് 40 ദിവസം പ്രായമായിട്ടുള്ള VD സതീശൻ സർക്കാരിലല്ല ഇതിന്റെ ഡീല് കിടക്കുന്നത്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് കെ. സരൺകുമാർ അങ്ങേക്ക് വിശദമായി മറുപടി നൽകാം. അഡ്വക്കേറ്റ് BJ മാത്യു ഉന്നയിച്ച ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ തന്നെ കൺസെഷൻ അഗ്രിമെന്റ് വയലേഷനുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം, മാരിടൈമിന് കിട്ടാനുള്ള തുക കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം, അതോടൊപ്പം ഇപ്പോൾ രാജു പി നായർ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണത്തിനും. ഈ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുക, ഇത് UDFന്റെ ഒരു സ്ഥിരം ശൈലിയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ ഇതിൽ എന്താണ് റോള്, അദ്ദേഹത്തിന് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി എന്നതിൽ വന്ന് നിൽക്കുക. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ വൈകി 49 കോടി രൂപ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ പരിപൂർണമായിട്ട് അദാനിക്ക് വിട്ടുകൊടുത്തു. 50 കോടി രൂപ ലാഭവിഹിതം കിട്ടുമായിരുന്നു. എത്ര കപ്പൽ വന്നു എന്നതിന് കണക്കില്ല. ഇതിനൊക്കെ കാരണം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കരാറുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ആ കരാറ് പ്രകാരം 30 വർഷത്തേക്ക് കേരള ഗവൺമെന്റിന് നയാ പൈസ കിട്ടില്ല. ഒന്ന് ആലോചിച്ചേക്ക്, 30 വർഷത്തേക്ക് ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഴുവൻ ലാഭവും അദാനിക്ക് തന്നെയാണ്. 31-ാം വർഷമാണ് 1% ലാഭവിഹിതം കിട്ടുന്നത്. 32-ാം വർഷം 2% കിട്ടും. അങ്ങ് 40 വർഷം വരെ അതങ്ങനെ പോകും. ആ കരാറിനെയാണ് ഇതൊരു കടൽ കൊള്ളയാണ്. ഇത്തരത്തിൽ 30 വർഷം സംസ്ഥാന ഗവൺമെന്റിന് നയാ പൈസ ലാഭവിഹിതം കിട്ടാത്ത ഒരു കരാറിനൊപ്പം നിൽക്കരുത് എന്ന് ഞങ്ങൾ അന്ന് വാദിച്ചത്. ഞങ്ങൾ പരമാവധി വാദിച്ചു. പക്ഷെ കരാർ ഒപ്പിട്ടു. ആ കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോയാൽ ഒരു ഗവൺമെന്റ് ഒപ്പിട്ട കരാർ എന്ന രൂപത്തിൽ പുതുതായിട്ട് വന്ന LDF സർക്കാരിന് 2016-ൽ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അദാനി നിയമവ്യവഹാരത്തിന് പോകും. ഈ പദ്ധതി ഒരിക്കലും കേരളത്തിൽ യാഥാർത്ഥ്യമാകില്ല. അതുകൊണ്ട് മിസ്റ്റർ രാജു പി നായർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര കപ്പൽ വന്നു എന്നും എത്ര ലാഭം കിട്ടിയെന്നും ആ ലാഭവിഹിതം എത്രയാണെന്നും എല്ലാം നിങ്ങളുടെ കരാർ പ്രകാരം അത് അദാനിക്ക് മാത്രമേ അറിയാവൂ. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രളയം വന്നു, കോവിഡ് വന്നു, നിപ വന്നു, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി. ആ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ കൺസ്ട്രക്ഷൻ വൈകി. ആ കൺസ്ട്രക്ഷൻ വൈകുമ്പോഴും അതിന്റെ ക്ലോസ് പ്രകാരം നഷ്ട ക്ലോസ് എന്ന് പറഞ്ഞു പോയാൽ ഒരിക്കലും ഈ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കില്ല. നമുക്കറിയാം, ആ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നില്ല 2018, 2019 പ്രളയം, കോവിഡ് 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം. വൈകിയാണെങ്കിലും ഈ പദ്ധതി, സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കാനും 2045-ൽ പൂർത്തീകരിക്കേണ്ട 2-ാം ഘട്ടം 2028-ൽ പൂർത്തീകരിക്കാൻ പാകത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ എന്താ പ്രശ്നം? ഒരു ഭാഗത്ത് അദാനി, ഒരു ഭാഗത്ത് കേരള ഗവൺമെന്റ്. അദാനി ശരിക്കും ഇന്ത്യയിൽ തന്നെ ശരിക്കും തുറമുഖ ഓപ്പറേഷൻ മറ്റു മേഖലയിൽ നടത്തുന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി എന്ന രൂപത്തിൽ തന്നെയാണ് ഇതിന്റെ എല്ലാ കരാറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വിദേശ ഭീമൻ വരികയാണ്. നമ്മൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ആഗോള ഭീമൻ ഇതിലേക്ക് 49% ഷെയർ പകുതി വാങ്ങിച്ചങ്ങ് വരികയാണ്. ഇപ്പൊ പെഹൽഗ്രാം അടക്കം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഇവിടെ വലിയ എമർജൻസി സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടൊരു മേഖലയായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഈ വിഴിഞ്ഞം മേഖല തന്നെയാണ്. അന്താരാഷ്ട്ര തുറമുഖ പാതയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈലേ ഉള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഭാഗത്ത് കേരളവും ഒരു ഭാഗത്ത് ഒരു ഇന്ത്യൻ കമ്പനിയും ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഒരു ആഗോള ഭീമൻ, ഇതുമായി ഒരു ബന്ധവും ഒരു കരാറിന്റെ ഭാഗവും അല്ലാത്ത ഒരാൾ വരികയാണ്. എന്നിട്ടാണ് പറയുന്നത് ഇതിന് 40 ദിവസത്തെ ചരിത്രമല്ല ഉള്ളൂ, അതിന് മുൻപുണ്ടെന്ന്. ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് അങ്ങ് പുറത്തുവിടണം മിസ്റ്റർ. ഇന്നലെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ മറുപടി പറഞ്ഞപ്പോൾ ഒരു വാചകം പറഞ്ഞു. ആ വാക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഗവൺമെന്റിന് ഒരു നഷ്ടം ഉണ്ടാവില്ല എന്നാ. എങ്ങനെയാ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയുക? ഇവിടെ ഇത്രയും വലിയൊരു കരാറ് MSCക്ക് കൊടുത്താൽ MSC പകുതി ഷെയർ അങ്ങ് ഹോൾഡ് ചെയ്താലും
ഗവൺമെന്റിന് ഒരു നഷ്ടമുണ്ടാകില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇപ്പൊ പറയുന്നു 40 ദിവസമൊന്നും അല്ല ഇതിന്റെ ചരിത്രമുള്ളൂ എന്ന്. എന്നാൽ അന്തസ്സായി നിങ്ങൾ പുറത്തുവിട്. എന്നാണ് ഇത് ആരംഭിച്ചത്? LDF ഗവൺമെന്റിന്റെ കാലത്തായിരുന്നോ? അതിനു മുൻപായിരുന്നോ? പറ, നിങ്ങൾ പറ. ഒറ്റ മിനിറ്റ് താങ്കൾ കേട്ടിരിക്കെ. താങ്കൾ അങ്ങയുടെ വാദം തന്നെ എടുത്തോണ്ടാണ് ചോദിക്കുന്നത്. ഗവൺമെന്റിന് എന്ത് നഷ്ടമുണ്ടാവും പരിശോധിക്കണം. അല്ല, ഒറ്റ മിനിറ്റ്. രാജു പി നായര്, ഗവൺമെന്റിന് എന്താണ് നഷ്ടമെന്ന് പറയേണ്ടത് ഞാനല്ല. ഇത്തരത്തിൽ നമ്മൾ ഒരു വിദേശ ഭീമൻ വന്ന് കേരളത്തിന്റെ ഒരു വലിയ തുറമുഖം, സ്വപ്ന പദ്ധതി, ലോകത്ത് ഏറ്റവും കൂടുതൽ മദർഷിപ്പ് വരുന്ന 4 തുറമുഖങ്ങളിൽ 1 തുറമുഖം പകുതി ആയെങ്കിൽ കൊണ്ടുപോയാൽ എന്താണ് ഗവൺമെന്റിന് നഷ്ടമുണ്ടാക്കുന്നതെന്ന് പറയേണ്ടത് ഞാനല്ല. ഇവിടെ ഗവൺമെന്റ്, അതുപോലെ തന്നെ ഇതിന്റെ തുറമുഖ വകുപ്പ്, എല്ലാ വകുപ്പും പാടില്ലെന്ന് നോക്കൂ. ആരുടെ ഷെയറാണ് 49% കൊടുത്തിരിക്കുന്നത്? നിൽക്കട്ടെ. ഒറ്റ മിനിറ്റ്. അദാനിയുടെ ഇതിനകത്ത് വരുന്നതും സർക്കാരിന് വേണ്ടി എന്ത് നഷ്ടം ഉണ്ടാവുന്നു അതൊന്ന് പറയും, എനിക്ക് വ്യക്തമാൻ വേണ്ട. താങ്കൾ കേൾക്ക്. താങ്കൾക്ക് വ്യക്തമാവൂല. കാരണം 40 ദിവസത്തിന് മുമ്പേ ഇതിന്റെ കച്ചവടം തുടങ്ങി എന്ന് വന്ന് പറയുന്ന ആളല്ലേ. എന്തെങ്കിലും രേഖയില്ലാതെ താങ്കൾ പറയില്ലല്ലോ. ആ രേഖ എന്ന് മുതലാണെന്നുള്ളത് കാണിക്കേണ്ട ആളാണ്. ഇവിടെ മൊത്തത്തിൽ 30 വർഷത്തേക്ക് 1 രൂപ പോലും സംസ്ഥാന ഗവൺമെന്റിന് വരുമാനമില്ലാത്ത കരാർ ഒപ്പിട്ട നിങ്ങൾ അതിന്റെ ഭാഗമായി പണി പൂർത്തീകരിച്ചു എന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതൊരു ഗവൺമെന്റ് ഒപ്പിട്ട കരാറിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ശരിക്കും നമ്മൾ മൾട്ടി ഓപ്പറേറ്റർ എന്ന രൂപത്തിൽ വിവിധ തുറമുഖങ്ങൾ, വിവിധ കപ്പലുകൾ, കപ്പൽ കമ്പനികൾ വരേണ്ട ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ കമ്പനി തന്നെ വരുന്നു. അവർ തീരുമാനിക്കും. അരുൺകുമാർ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കട്ടെ. ശരിയാണ്, ഈ MSCക്ക് കുത്തകാവശം കൊടുക്കുന്നത് നമുക്ക് ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ MSC എന്ന ഷിപ്പിംഗ് കമ്പനി ഇടത് സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളത് അഭിമാനപൂർവ്വം പാർട്ടി പത്രം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതൊന്നാമത്തെ കാര്യം. ഇനി ഈ നേരത്തെ ശ്രീ വിജയ് മാത്യു ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ ശ്രീ ജ്യോതി ഘോഷാണ്. ഈ കമ്പനി ഒറ്റയ്ക്ക് അവരുടെ മാത്രം കപ്പലുകളല്ല, അത് ചില രാജ്യങ്ങളിലെ കപ്പലുകളുമായിട്ട് കരാറുണ്ടാകാം, ചിലരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകാം. പക്ഷേ മറ്റു രാജ്യങ്ങളിലെ കപ്പലും ആ രൂപത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട്. MSCയുടെ കപ്പലുകൾ മാത്രം വരുന്നു എന്നതാണോ അതിലെ ഒരു ആശങ്കയായി നിങ്ങൾ രേഖപ്പെടുത്തുന്നത്? അങ്ങനെയെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നത് ഒരു അഭിമാന നേട്ടമായി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കാലത്ത് 2019 ഡിസംബർ 30 ഈ തുറമുഖ നിർമ്മാണം പൂർത്തിയാകാത്തതിന് ഉണ്ടാക്കിയ ഈ ആർബിട്രേഷൻ നടപടി പിൻവലിച്ചു എന്ന് പറയുന്നത് അന്ന് ഈ പ്രളയത്തിന്റെ കാര്യങ്ങൾ കൊണ്ടാണെന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നു. ശരി, അതൊരു വാദത്തിന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ 2024 സപ്ലിമെന്ററി കൺസെഷൻ എഗ്രിമെന്റിലൂടെ തുറമുഖത്തിന്റെ നടത്തിപ്പിനും ലാഭത്തിനുമുള്ള അദാനിയുടെ അവകാശം 2055 നിന്ന് 2060 നീട്ടിയതാരാണ്? അപ്പോൾ അങ്ങനെ പല തരത്തിലും ഉദാരമായ നടപടികൾ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒറ്റ കാര്യം നിങ്ങൾ സൂചിപ്പിക്കുന്നത്, ഇന്ന കപ്പലുകൾ വരുന്നു, MSCയുടെ കപ്പൽ വരുന്നു, മറ്റ് കപ്പലുകൾ വരുന്നു. കപ്പൽ വരുന്നതിന് ആർക്കാണ് ബുദ്ധിമുട്ട്? ഏതു കപ്പലും വരാം. കപ്പൽ കൃത്യമായി കരാർ പ്രകാരം വരാം, എമർജൻസി സാഹചര്യത്തിൽ വരാം, അത്തരത്തിൽ കച്ചവട കാര്യത്തിന് വരാം, അതുപോലെ തന്നെ ഇതിന്റെ കണ്ടെയ്നർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാം. കപ്പൽ വരുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷേ 0 ഷെയർ ഉള്ള ഇതിന്റെ 30 കൊല്ലം നടത്തിപ്പ് അദാനിക്ക് മാത്രമാണ്. 30 കൊല്ലം ഇതുമായി 40 കൊല്ലം അദാനിക്ക് മാത്രമാണ്, 30 കൊല്ലം അദാനി മാത്രമാണ്. ഒരു നയാ പൈസ പുറത്തു കൊടുക്കേണ്ട. ആ നടത്തിപ്പിലേക്കാണ് 49% ഷെയറോടെ മുടക്കുമുതലിന്റെ 10 ഇരട്ടി കൊടുത്ത് മറ്റൊരു കമ്പനി വരുന്നത്. അത് കപ്പൽ വരുന്നതായിട്ട് ചുരുക്കല്ലേ സ്മൃതി? കപ്പൽ വന്നും പോവും, പക്ഷെ ഷെയർ, നടത്തിപ്പ്, ഉടമസ്ഥാവകാശം മൊത്തം ഒരു വമ്പൻ ഭീമന് കിട്ടുകയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ MSC പോലുള്ള ഒരു ഭീമന് കിട്ടുകയാണ്. അവർ വിചാരിക്കുകയാണ് നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്തിലാണ് അവകാശമുള്ളത്? അരുൺകുമാർ, അതുകൂടി വിശദീകരിക്കാമോ? നിലവിൽ സംസ്ഥാന സർക്കാരിന് എന്തിലാണ് അവകാശമുള്ള വിഴിഞ്ഞത്ത്? ഈ അനുബന്ധ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലേ? ബാക്കി കാര്യങ്ങൾ അദാനിയല്ലേ നോക്കുന്നത്? ഒറ്റ മിനിറ്റ്. മുഴുവൻ സ്ഥലവും സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു. 61.5% പണം, അതായത് 5370 കോടി രൂപ, 61.5%, 5370 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കുന്നു. കേന്ദ്രം 9.6%, 818 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് നമുക്ക് ലോൺ പോലെ തരുന്നു. തിരിച്ചടക്കണമെന്നാണ് നേരത്തെയൊക്കെ പറഞ്ഞത്. ഇതേ ഉള്ളൂ. ബാക്കി വരുമ്പോ 28.9 ഉള്ളൂ അദാനി. പക്ഷെ 30 കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ ലാഭമെല്ലാം അവരാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ഭീമനെ കൂടി ഉൾപ്പെടുത്തുന്നത്.
അത് പരിശോധിക്കും. ഗവൺമെന്റിനെ അറിയിക്കാതെ പരിശോധിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പരിശോധിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അരുൺകുമാർ, ഞാൻ ചോദിക്കുന്നത് അദാനിയുടെ അവകാശമായി എടുത്തുകൊണ്ട് അദാനി ചെയ്ത കാര്യമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. അതിലാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഈ സർക്കാരിന് കൂടി റോൾ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ ആരോപിക്കുന്നത്. അത് ആരോപിക്കുമ്പോൾ അത് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം അങ്ങനെ ആരോപണം ഉന്നയിക്കേണ്ടത്. ഈ 40 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയാകും മുമ്പ് വി ഡി സതീശൻ അവിടെ പോയി കണ്ടു എന്ന് പറയുന്നത് ഒരു തെളിവായിട്ടാണോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? അതാണോ ഈ പറയുന്ന കരാറിലേക്ക് എത്തിച്ചതെന്നാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വാദം? അതോ ഈ പറയുന്ന MSC കമ്പനി അവരുടെ കുത്തകയായി ഈ തുറമുഖത്തെ ആകെ തന്നെ അവർ ഏറ്റെടുക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ആശങ്കയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? എന്താണ് നിങ്ങളുടെ പോയിന്റ്? ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു നിയമവിദഗ്ധൻ, നമ്മുടെ സുഹൃത്ത് മാരിടൈം ബോർഡിന്റെ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് VJ മാത്യു ചില കാര്യങ്ങൾ പറഞ്ഞു. കരാർ വയലേഷൻ ഉണ്ട്, ഇൻഡിമിനിറ്റി ക്ലോസ് ഉണ്ട്, ഇതുപ്രകാരം തുടർ നടപടി ക്യാൻസൽ ചെയ്യാവുന്ന തരത്തിലുള്ള കരാറിന്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസിൽ എവിടെയെങ്കിലും നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി, പരിശോധിക്കും, തുടർ നടപടി എനിക്ക് അതിലാണ് ഞാൻ ചോദിച്ചത്. എന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിന്റെ മറുപടി ഉണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞ 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പാതി വഴിക്ക് നിങ്ങൾക്ക് ഇട്ടുപോകാൻ കഴിയില്ല. ഈ സംസ്ഥാനത്തിന്റെ നേട്ടത്തിനായ ഒരു വലിയ പദ്ധതിയിലേക്ക് കടക്കുമ്പോൾ അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ കഴിയില്ല എന്ന പ്രതിബദ്ധം ഈ സർക്കാരിനും ഉണ്ടാകുമല്ലോ. പാതി വഴിയിൽ ഇട്ടിട്ട് പോകാൻ കഴിയുമോ? ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത്രയും കോടിയുടെ മുതൽ മുടക്ക് ഈ സംസ്ഥാനത്തേക്ക് വരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ഭീമൻ വരുന്നു എന്നൊരു നേട്ടമാക്കാനുള്ള വഴികൾ അതാണ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങും എന്ന ഈ പറയുന്ന കരാറിൽ അതിനൊക്കെയുള്ള പ്രതിവിധികൾ ഉണ്ടെങ്കിലും അങ്ങനെ പോകാൻ സാധ്യതയില്ല എന്നുകൂടിയാണ് ശ്രീ മാത്യു ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പോകണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അല്ല, ഞാനത് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രധാനപ്പെട്ട കരാറ് 1-2 രൂപയുടെ അല്ലല്ലോ, കോടിക്കണക്കിന് രൂപയുടെ കരാറ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ പദ്ധതി, ആ പദ്ധതിയുടെ കരാർ വയലേഷനുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ചേഞ്ച് ആണ്. ഓണർഷിപ്പ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കരാർ ലംഘനമാണ്. ആ ഒരു സാഹചര്യത്തിൽ നിയമപരമായി ഞങ്ങൾ പരിശോധിക്കും എന്നുപോലും പറയാതെ മുന്നോട്ട് പോകും, ഞങ്ങൾ അത് നോക്കും എന്നൊക്കെ നിയമയുദ്ധത്തിന് പോകുക എന്നാണ് അർത്ഥം അല്ലേ? അവരുമായി ഒരു ഏറ്റുമുട്ടലിന് പോകുക എന്നുള്ളതാണ്. അതാണോ ബുദ്ധിപരമായ ഒരു കാര്യം? അതിലാതെ മറ്റു വഴികളുണ്ടോ? അഡ്വക്കേറ്റ് VJ മാത്യു പറയട്ടെ ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് VJ മാത്യു, എന്ത് പോം വഴിയാണ് നമുക്ക് മുന്നിലുള്ളത്? ഈ ഓണർഷിപ്പ് നഷ്ടപ്പെടുക എന്നൊരു വലിയ ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുകയാണല്ലോ. സ്മൃതി, ഒരു 1/2 സെക്കൻഡ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശരി, ഒറ്റ സെക്കൻഡ് പറഞ്ഞു. ഇവിടെ 25% കൂടുതൽ ഓഹരി വിൽക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ മുൻകൂർ അനുമതി വേണം. മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ പത്രത്തിലൂടെയാണ് അറിഞ്ഞത്. കോൺഗ്രസ് പ്രതിനിധിയോട് ഒറ്റ ചോദ്യം, കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസ് ഗവൺമെന്റ്, UDF ഗവൺമെന്റ് 25% കൂടുതൽ ഷെയർ കൊടുക്കാൻ അനുവാദം കൊടുക്കുമോ ഇല്ലയോ ഒന്ന് പറയാമോ? ശരി, അത് അദ്ദേഹം പറയട്ടെ. ആദ്യം ശ്രീ VJ മാത്യു. സ്മൃതി, ഞാൻ ശ്രീ ജ്യോതി ഘോഷ് പറഞ്ഞ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് അരുണും രാജു P നായരും നമ്മുടെ അരുൺ നമ്മുടെ സുഹൃത്താണ്. ഇത് ഒരു കുത്തകവൽക്കരണം അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി. ഞാൻ ഈ രംഗത്ത് 43 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വിഴിഞ്ഞത്ത് 1000 കപ്പൽ വന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. കാരണം ഞാൻ മാരിടൈം ബോർഡ് ചെയർമാനാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 5 വർഷം ആയുസ്സുണ്ടായിരുന്ന എൻ്റെ ബോർഡിനെ 3 വർഷമാക്കി ചുരുക്കിയെങ്കിലും 1.5 വർഷം കൊണ്ട് ഞാൻ വിഴിഞ്ഞം ഔട്ടർ ആങ്കറേജിൽ 738 കപ്പൽ കൊണ്ടുവന്നു. ആ ഇനത്തിൽ സർക്കാർ ഒരു 10-18 കോടി രൂപ അന്നുണ്ടാക്കിയതാണ്. അത് പിന്നീട് അത് നിന്നുപോയി. ഇതുദേശ കപ്പൽ സർവീസും 45 വോയേജ് അഴീക്കൽ, ബേപ്പൂർ, കൊച്ചി കണക്ട് ചെയ്ത് കൊല്ലം വരെ കണക്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ അത് പുതിയ സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ മൊണോപ്പൊളിയുടെ കാര്യത്തിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ 1-2 ഷിപ്പിംഗ് ലൈനിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് പൊസിഷൻ അറിയാൻ വേണ്ടി ചോദിക്കുകയും ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇതുകൊണ്ട് ആർക്കാണ് ബെനിഫിഷ്യൽ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതിൻ്റെ ബെനിഫിഷ്യറി MSC ആണ്. കാരണം ഇപ്പോഴത്തെ ഫസ്റ്റ് ഫേസിലെ അഡാനി തുറമുഖത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് 35,000 കണ്ടെയ്നർ ആണ് അവിടെ വെക്കാവുന്നത്. ആ 35,000 കണ്ടെയ്നർ മുഴുവൻ MSC തന്നെയാണ്. അതിനകത്ത് 95% അല്ലെങ്കിൽ 90% empty കണ്ടെയ്നേഴ്സാണ് വെക്കുന്നത്. empty കണ്ടെയ്നേഴ്സ് വെച്ചാലും MSC ആയതുകൊണ്ട് അറിയില്ല, വേറൊരു കമ്പനി ആണെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഓരോ സ്റ്റേജ് അനുസരിച്ച് ദിവസങ്ങളനുസരിച്ച് ഇത്ര $, അതായത് $9 $18 തുടങ്ങി $72 വരെ ദിവസം വാടക കിട്ടുന്ന അത് അവിടെ അഡാനി തുറമുഖത്തിൽ MSCയുടെ കപ്പൽ കണ്ടെയ്നർ മാത്രമാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ
ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് ഓൾറെഡി ഓവർലോഡഡാണ്. സെക്കൻഡ് ഫേസ് വന്ന് 1200 മീറ്റർ ആയാലും MSCയുടെ കപ്പലിൽ കണ്ടെയ്നർ വന്നിട്ട് empty കണ്ടെയ്നർ സ്റ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം empty കണ്ടെയ്നർ ഏറ്റവും ചീപ്പായിട്ട് വെക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റു പല തുറമുഖങ്ങളിലേക്ക് അവർക്ക് empty കണ്ടെയ്നർ കൊണ്ടുപോകണം. അത് ആരും അന്വേഷിക്കുന്നില്ല. കാരണം അപ്പം മറ്റ് കമ്പനികൾ വരാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ ഓവർഫ്ലേജാണ്. ഇപ്പോൾ വല്ലാർപാടം ടെർമിനലിൽ അതിന് 2 ഫേസ് ആയിരുന്നു. അവിടെ ഇപ്പോൾ എല്ലാ കമ്പനികളും വരാറുണ്ട്. മദർ ബസ്സിലൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഈ മദർ ബസ്സിൽ വന്നാൽ എത്ര കണ്ടെയ്നർ അവിടെ ഇറക്കുന്നത് അതാലോചിച്ചിട്ടുണ്ടോ? 24,000 22,000 എന്നൊക്കെ പറഞ്ഞാൽ ഒരു 100-150 താഴെ കണ്ടെയ്നർ ഇറക്കുന്നത് ഇവിടെ കയറ്റുന്നത് എത്ര? അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട, അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വല്ലാർപാടത്ത് 1ാം ഫേസിൽ വേണ്ടിയാണ് ഇപ്പോഴത്തെ ടെർമിനൽ. 2ാം ഫേസിലുള്ള സ്ഥലമാണ് ഇപ്പം ലുലു ഗ്രൂപ്പിന് വിറ്റത്, പോർട്ടിന് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നടക്കും എങ്ങനെ? ഈ ഏത് സർക്കാർ, അത് UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പോർട്ടാണ്. ഇപ്പോൾ ടെർമിനേഷൻ ക്ലോസ് ഇൻവോക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്തൊരു പ്രൊവിഷനുണ്ട്, 60 ഡേയ്സിനുള്ളിൽ അവർക്ക് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്താലും ഈ 49% കൊടുക്കാൻ പറ്റില്ല, അത് വയലേഷൻ തന്നെയാണ്. അത് അവർ കറക്റ്റ് ചെയ്ത് അവർക്ക് കൊടുത്താൽ ഇനി ഒരു കപ്പൽ അവിടെ വരാൻ പോകുന്നില്ല. സെക്കൻഡ് ഫേസിലേക്കും വേറൊരു ഇപ്പം ശ്രീ ജ്യോതി ഘോഷ് പറഞ്ഞു ഈ മറ്റ് ഷിപ്പിംഗ് ലൈനുകൾ അവർ തമ്മിലുണ്ട്, ശരിയാണ്. അവർ തമ്മിൽ കൺസോർഷ്യം പാർട്ണർഷിപ്പ് ഉണ്ട്. ഇപ്പം പഴയ പോലെ ഒറ്റയ്ക്ക് ഒരു കമ്പനിക്ക് നഷ്ടമാണ്. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഒരു 3 കമ്പനി കൂടിയിട്ട് ഒരു പാർട്ണർഷിപ്പിലാണ് പോകുന്നത്. അതും ഇതായിട്ട്, കാരണം അവരുടെ കണ്ടെയ്നർ വരണമെന്നില്ല ഇവിടെ. എന്നിട്ട് എന്താ വരാത്തത്? ഇപ്പോൾ മാസ്കായിട്ടും ആപ്പക്ലോഡായിട്ടൊക്കെ പാർട്ണർഷിപ്പ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആ കണ്ടെയ്നർ വരുന്നില്ല ഇവിടെ? ഇപ്പോൾ MSCയുടെ കണ്ടെയ്നർ മാത്രമാണ് ഇവിടെ സ്റ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ കൊച്ചിയിൽ വരുന്നില്ലേ? അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റം എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്തോ വന്നുകൊണ്ടിരിക്കുന്ന MSCയുടെ കപ്പലുകൾ തന്നെയാണ്. അതുകൊണ്ട് പുതിയ സർക്കാർ ചെയ്യേണ്ടത് MSCയുടെ മാത്രമേ ഉള്ളൂ. അത് തീരദേശം കൊച്ചി തൂത്തുക്കുടി പോകുന്ന ചെറിയ കപ്പലും അത് MSC ഇട്ടേക്കുന്ന കപ്പലും അതൊന്നും മുങ്ങിയത്. അതെ അതെ. അപ്പം അത് നമ്മളിപ്പം അന്തർദേശീയ തലത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് അന്വേഷിക്കണം. ശരി, ശ്രീ രാജു പി നായർ, കമ്പനികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേ? അതെ, ശ്രീ രാജു പി നായർ, അരുൺകുമാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. പാർട്ടിയുടെ നിലപാടാണ് ചോദിച്ചത്. അല്ല, ഞാനത് വ്യക്തമായിട്ട് എന്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവര് അതിന് അനുമതി സമർപ്പിക്കുമ്പോൾ ആ അനുമതി അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെക്യൂരിറ്റി മുതൽ ഇങ്ങോട്ടൊക്കെയുള്ള മുഴുവൻ വശങ്ങളും ചിന്തിച്ചതിന് ശേഷം തീരുമാനം എടുക്കും. സർക്കാർ എടുക്കേണ്ട തീരുമാനം ഞാനിവിടെ നിന്ന് പറയാൻ പറ്റുമോ? അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്പം ഒരു ഇത് വേണം. നോക്ക്, ഇവിടെ ഏറ്റവും അല്ല, കോൺഗ്രസിന്റെ നിലപാടാണ് ഞാൻ ചോദിച്ചത്. അല്ല, കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോ കോൺഗ്രസിന്റെ നിലപാട് ചോദിക്കുമ്പോൾ താങ്കൾക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ എന്റെ പൊന്ന് അരുൺകുമാറെ, അല്ല ഞാൻ ചോദിച്ചല്ലോ, അരുൺകുമാറെ, ദേശാഭിമാനിക്ക് ഞാൻ ചോദിച്ചല്ലോ 25% കൊടുക്കാൻ പറ്റില്ല. അല്ല, കോൺഗ്രസിന്റെ നിലപാടുണ്ടോ? അല്ല, നിയമത്തിൽ തന്നെ കോൺഗ്രസുകാർ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടുണ്ടോ? സ്ഥിരം രീതിയാണ് അവസാനിക്കാറാവുന്നത്. നമുക്ക് സമാധാനമായിട്ട് അവസാനിപ്പിക്കാം. ദേശാഭിമാനിയുടെ ലേഖനം അവിടെ നിൽക്കുമ്പോ ഇത്തരത്തിൽ ചോദിക്കാനുള്ള അരുണ്ട ചർമ്മബലത്തിന് എന്റെ നമസ്കാരം. ഇവരപ്പോ പുറത്തു വരും. ഇതൊക്കെ അനുമതി കോൺഗ്രസ് പുറത്തു കഴിഞ്ഞു. അതാണ് താങ്കൾ ഈ മറുപടി പറയണത്. അല്ല സ്മൃതി, ഞാൻ മറുപടി കേട്ടെ. പുള്ളി ഇത് ആൾക്കാർ മണ്ടത്തരം ചോദിച്ചിട്ട് അതിന് മറുപടി കേട്ട പ്രശ്നമാവും ചോദിച്ചോണ്ട് അങ്ങനെ ഇടപെടുന്നതാണ്. നോക്കൂ, ഇതിനകത്ത് എന്താ പ്രശ്നം? ഈ കോൺട്രാക്ട് പ്രകാരം നിങ്ങൾ അനുമതി കൊടുത്തു കഴിഞ്ഞു, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഉണ്ടാവുന്നതുകൊണ്ട് അപേക്ഷ കൊടുക്കും. അല്ല, കേൾക്കൂ അരുൺകുമാർ, വെറുതെ ഇങ്ങനെ നടന്ന് അസ്വസ്ഥനാവില്ലേ? ആ കോൺട്രാക്ട് പ്രകാരം ഒരു നഷ്ടവും സർക്കാരിന് ഉണ്ടാവുന്നില്ല. ശരി, കേൾക്കൂ അരുൺകുമാർ, ശരിയല്ല.
ഇത് ശരിയല്ല. പൂർത്തിയാക്കൂ. നോക്കൂ, എന്നിട്ട് ഈ ഉണ്ടാക്കിയ കരാറിൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് 10 വർഷം ഒന്നും ചെയ്യാതിരുന്നില്ലേ? അതിനകത്ത് ക്ലോസ് ഉണ്ടായിരുന്നല്ലോ, കരാറിൽ നിന്ന് പിന്മാറാനുള്ള ക്ലോസ് ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് LDF സർക്കാർ പിന്മാറിയില്ല? PM ശ്രീയിൽ പിന്മാറാനുള്ള ക്ലോസ് പോലും ഇല്ലാതെ ഒപ്പുവെച്ചിട്ട് ആ കരാറിൽ പിന്മാറാനുള്ള ക്ലോസ് ഉണ്ടായിട്ട് പോലും ഇവർക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് 10 വർഷം പിന്മാറാതെ അദാനിക്ക് വേണ്ടി വിട്ടുവേല ചെയ്ത് അദാനിക്ക് 49 കോടി വേവ് ചെയ്ത് കൊടുത്ത് അദാനി ചെയ്ത കാര്യം മാത്രം തലയിലേക്ക് അല്ല, അതായത് നമ്മുടെ കേരളത്തിന്റെ ഖജനാവില് നികുതി നിറയ്ക്കുന്ന 50%-ലേറെ എറണാകുളം ജില്ലയിൽ നിന്നാണ് പോകുന്നത്. അത് നമ്മുടെ ഈ പോർട്ട് നഗരം കൊണ്ടാണ്. അതേപോലെ വൻ സാധ്യതയാണ്, ഇതിനേക്കാൾ വലിയ സാധ്യതയാണ്. ഇപ്പൊ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഈ ഡ്രഡ്ജിങ് നടത്തിയിട്ട്. വിഴിഞ്ഞത്ത് അതിന്റെ ആവശ്യം പോലും ഇല്ല. അപ്പൊ വൻ സാധ്യതയാണ് നമ്മൾ വിഴിഞ്ഞം തുറമുഖം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പിന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യങ്ങൾ നോക്കണം. ഈ പറഞ്ഞതുപോലെ ഈ MSCയുടെ സ്ഥാപിത താല്പര്യങ്ങളാണോ, അതോ ഇനി ഇപ്പൊ ഞാൻ പറയില്ലേ, മുന്ദ്രയിലെ നമ്മുടെ രാജ്യത്തെ 33% കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സീ പോർട്ടാണ്. അതേപോലെ എണ്ണൂറിലെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയുള്ള സ്റ്റഡി ചെയ്തിട്ട് വിദഗ്ധരുമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് എന്താണ് ഇതിന്റെ ഒരു യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണോ MSC വരുന്നത്? ഇപ്പൊ MT കണ്ടെയ്നേഴ്സ് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പഠിച്ചിട്ട് ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മനസ്സിലാക്കി, അതുപോലെ തന്നെ സുതാര്യമായ രീതിയിൽ ഇപ്പം ഈ ഗവൺമെന്റ് ഏറ്റവും നമ്മളൊരു ശരിക്കും പറഞ്ഞ നറേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട സംഗതിയാണ് നമ്മുടെ ഗവേണൻസ്, നമ്മുടെ റെഗുലേറ്ററി ഗവേണൻസ് നമുക്ക് കൃത്യമായിട്ട് ഓരോ പൗരനും അറിയാവുന്ന രീതിയിൽ വ്യക്തമാക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വർക്കലയില് പക്ഷവിഷബാധ പിടിച്ച് കുറെ പേര് ആശുപത്രിയിലായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു റെഗുലേറ്ററി ഗവേണൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ്. എന്ന് പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഗവേണൻസ് ആണ്. അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഈ അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ രാജു P. നായർ, അഡ്വക്കേറ്റ് VJ മാത്യു, ശ്രീ KG ജ്യോതിർഘോഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീതൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.